ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള 27 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള നോറ ഫെർണാണ്ടസ് ഗോൾ കീപ്പർ ആയിട്ടുള്ള താരം മാത്രമാണ് ഇല്ലാത്തത്. ഇപ്പം കോറു സിംഗിന്റെ ഒരു അവൈലബിലിറ്റി പ്രശ്നത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണെങ്കിലും കോറു സിംഗ് സ്ക്വാഡിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ ആദ്യത്തേക്ക് മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. കാരണം പുതിയ കോച്ചാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എത്രത്തോളം ഒരു പരിശീലനം ട്രെയിനിങ് സെഷനിലൊക്കെ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അതർവൈസ് ഈ പറഞ്ഞതുപോലെയുള്ള സെയിം സ്ക്വാഡാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, 6 വിദേശ താരങ്ങളെ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു അഡ്വാൻറ്റേജ് സൂപ്പർ കപ്പിലുണ്ട് ആദ്യ 11-ൽ. അപ്പം അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ക്വാഡിന് അല്ലെ പ്ലേയിങ് 11-ഒക്കെ എങ്ങനെ ഒരു ഗുണകരമായിട്ട് മാറും എന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല പൊസിഷൻസിലും പ്ലേയേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി പ്രശ്നങ്ങൾ ഇത് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ 6 പ്ലേയേഴ്സിനെ ഉപയോഗിക്കാമെന്നുള്ളത് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. 6 വേണ്ട, സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 5 വിദേശ താരങ്ങളെ അറ്റ് എ ടൈം നിലവിലത്തെ ഒരു സ്ക്വാഡ് വെച്ച് ഉപയോഗിക്കാൻ കഴിയുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു നിലയിൽ പറഞ്ഞപ്പോൾ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ കമൽജിത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഡിഫൻസിലേക്ക് വരുന്നൊരു സമയത്ത് അവിടെയും ഇപ്പം മിലോസ് ആൻഡ് ബികാഷ് എന്നീ താരങ്ങൾ കളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല. ബികാഷ് കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ആ ഒരു സ്പാർക്ക് നൽകിയിട്ടുണ്ട്. റൈറ്റ് ബാക്കിൽ ഐബാനു, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച എന്നീ താരങ്ങൾ. ഇനി ഡുസാൻ ലഗത്തോറിനെ ഒരു മിഡ്ഫീൽഡറായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യം ഒരു നല്ല പാസറാണ്. അദ്ദേഹത്തെ ഒരു CB റോളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ അതായിരിക്കും നല്ലതായിട്ട് വരിക. കാരണം നമുക്ക് CBയിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഹോമിപ്പാമും ഉണ്ട്, വികാഷും ഉണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ഒരു വിദേശ താരത്തെ ഉപയോഗിച്ച് നമുക്ക് പ്രശ്നമുള്ള മിഡ്ഫീൽഡിൽ അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കേണ്ടതില്ല. കാരണം നമ്മുടെ മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ട്. 5 വിദേശ താരങ്ങളെ അല്ലെങ്കിൽ 6 വിദേശ താരങ്ങളേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. DM ആയിട്ട് ലഗാത്തോറിനെ കളിപ്പിച്ചു കഴിഞ്ഞുള്ള ഗുണം വിപിന് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ കളിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലേക്ക് വരുമ്പോഴത്തേക്കും എഡ്രിയാൻ ലൂണയെ കളിപ്പിക്കാം. ഈ താരങ്ങളെല്ലാം ഒരുമിച്ച് കളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മുമ്പൊരു പ്രശ്നമായിരുന്നു, നോവ അല്ലെങ്കിൽ ലൂണ ഒരാളെ ബെഞ്ചിൽ ഇരുത്തണം, അല്ലെങ്കിൽ നമ്മൾ ഡിഫൻസ് മിഡ്ഫീൽഡിൽ കളിപ്പിക്കുന്ന പ്ലേയേഴ്സ് ഇന്ത്യൻ താരങ്ങൾ തന്നെ ആയിരിക്കണം. അപ്പം ഈ പറഞ്ഞ വിദേശ താരങ്ങളുടെ എണ്ണം കൂട്ടിയൊരു നിലയ്ക്ക് അതിനോടൊപ്പം ലെഫ്റ്റ് വിങ്ങിൽ നോവയെ കൂടി കളിപ്പിക്കാൻ കഴിയും എന്നുള്ള സാഹചര്യവും അവിടെ ഉണ്ട്. പിന്നെ കോറു സിംഗ് തന്നെ റൈറ്റ് വിങ് പൊസിഷനിൽ ഈ ഒരു സ്ക്വാഡിൻ്റെ പൊട്ടൻഷ്യലാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മാച്ചിൽ അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഹെസൂസ് ജിമിനസ്, അതിൽ പിന്നെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ പെപ്രയും ഇഷാൻ പണ്ഡിതയും ഐമാനെയും അമ്മാവിയെ തുടങ്ങിയിട്ടുള്ള താരങ്ങളെയൊക്കെ ഉപയോഗിക്കാം. ഡാനിഷ് ഫറൂഖിനെ പോലത്തെ താരങ്ങളെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു ബെഞ്ച് സ്ട്രെങ്ത് വീണ്ടും താരങ്ങളുണ്ട് എങ്കിലും ഞാൻ പറയാം, ഒരു ബെഞ്ച് സ്ട്രെങ്തും ഈ ഒരു നിലയ്ക്ക് വർദ്ധിക്കുക എന്നുള്ളൊരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഫസ്റ്റ് മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. അപ്പം ആ ഒരു മാച്ചിന് മുമ്പ് മാച്ച് പ്രിവ്യൂ എന്ന നിലയ്ക്ക് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്ക്വാഡ് വന്ന സമയത്ത് ഒരു 6 വിദേശ താരങ്ങളെ ഉപയോഗിക്കാവുന്ന സാഹചര്യത്തിൽ അത് ഏത് തരത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സനിയ.